അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു നല്ലൊരു വീഡിയോയുമായിട്ടാണ്. അപ്പോൾ വീഡിയോ കാണുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാത്രമല്ല എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. നമ്മളൊരു ടൂറ് പോകുന്ന സമയത്തോ അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം എങ്ങോട്ടെങ്കിലും ഒന്ന് പോകുന്ന സമയത്ത് കറണ്ട് ഇല്ലെങ്കിലോ അല്ലെങ്കിൽ വേഗം നമുക്ക് അയൺ ചെയ്യാൻ ടൈമില്ലെങ്കിൽ നമ്മൾക്ക് വേഗം ഒന്ന് ഷർട്ടും പാൻറ്റും ഒക്കെ എടുത്തിട്ടിട്ട് പോകണമെന്നുണ്ട്. ആ ടൈമിലൊക്കെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണിത്. ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അയൺ ചെയ്യാതെ തന്നെ വേഗം തന്നെ നമുക്ക് ഷർട്ട് പാൻറ്റൊക്കെ എടുത്തിടാൻ പറ്റുന്നതായിരിക്കും. അയൺ ചെയ്തില്ലല്ലോ എന്നുള്ള എനിക്ക് ചുളുണ്ടോ എന്നുള്ള ഒരു പേടിയൊന്നും ഇല്ലാതെ നമുക്ക് എടുത്തിടാം. മാത്രമല്ല, നമ്മൾ ചിലപ്പോൾ അയൺ ചെയ്തിട്ട് നമ്മൾ ട്രാവൽ എവിടെയെങ്കിലും പോകുന്ന ടൈമിൽ നമ്മൾ ലഗേജ് പെട്ടിയിലെല്ലാം എടുത്ത് വെച്ചാലും ചിലപ്പോൾ അവിടെ ചെല്ലുന്ന സമയത്ത് ചുളു ഉണ്ടാകാനും സാധ്യതയുണ്ടല്ലേ. അപ്പോൾ ഈ രീതിയിൽ ചെയ്തിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷർട്ട് ചുളിവില്ലാതെ നമുക്ക് ഇടാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് നോക്കാം. കണ്ടോ, ആദ്യം ഷർട്ട് ഇങ്ങനെ നമ്മൾ വിരിച്ചിടുക, എന്നിട്ട് ഒന്ന് കൈ വെച്ച് ഇങ്ങനെ തിരുമ്മി കൊടുക്കുക. ആദ്യം ബട്ടൺസ് എല്ലാം ഒന്ന് ഇട്ടിട്ട് തിരിച്ചിടുക, എന്നിട്ട് ഒന്ന് നമ്മുടെ കൈ വെച്ച് തന്നെ ഒന്ന് തിരുമ്മി കൊടുക്കുക. അതിന് ശേഷം കൈയുടെ ഭാഗവും നമുക്കൊന്ന് നല്ല രീതിയിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് തിരുമ്മി കൊടുത്തിട്ട് ഉള്ളിലേക്ക് മടക്കി വെക്കാം. അതിനുശേഷം അപ്പുറത്തെ കൈയും നെക്സ്റ്റ് കൈയും നമുക്ക് അതേപോലെ തന്നെ ഉള്ളിലേക്ക് മടക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ബാക്ക് സൈഡ് താഴേന്ന് ഒരു 3 മടക്ക് വരെ, ഒരു 2-3 മടക്ക് വരെ മുകളിലേക്ക് ഷർട്ടിൻ്റെ വലുപ്പം അനുസരിച്ച് മുകളിലേക്ക് മടക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ ഒന്ന് ട്രാവലിൽ പോകാൻ പോവുകയാണ്. ഞങ്ങളൊന്ന് പുറത്ത് ഒരു 2 ഡേയ്സിലേക്ക് പോകാൻ വേണ്ടി നിന്നപ്പോൾ എങ്ങനെയാണ് ഒന്ന് പാക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ഷർട്ടൊക്കെ പാൻറ്റും ഒക്കെ നല്ലോണം ഒന്ന് പാക്ക് ചെയ്ത് വെക്കുന്നതെന്ന് വെച്ചപ്പോൾ ഞാനൊന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ കൂടി കാണാൻ വേണ്ടി വീഡിയോ ഇടുന്നത്. കണ്ടില്ലേ, ചെയ്തതുപോലെ 3 പ്രാവശ്യം ഒന്ന് മടക്കുക. കോളറിൻ്റെ അവിടെ വരെ 3 പ്രാവശ്യം മടക്കിയിട്ട് കൈ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഉള്ളിലേക്ക് ഈ ഒരു സൈഡ് മടക്കി കൊടുക്കുക. അതേപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് മടക്കി കൊടുക്കുക. അപ്പോൾ നമുക്കവിടെ ഒരു പോക്കറ്റ് പോലെ ചെറുതായിട്ടുണ്ടാകും. ആ ഒരു ഇതിലേക്ക് നമ്മൾ അപ്പുറത്തെ സൈഡ് മടക്കിയത് ഒന്ന് ഉള്ളിലേക്ക് കയറ്റി ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കത് പെർഫെക്റ്റ് ആയിട്ട് മടങ്ങി കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ വേറൊരു ഷർട്ട് എടുക്കുന്ന സമയത്തോ അല്ലെന്നുണ്ടെങ്കിൽ ഇത് ചുളിഞ്ഞോ അല്ലെങ്കിൽ താഴേക്ക് വീണോ, നമ്മളിപ്പോൾ അലമാരിയിലൊക്കെ ഇങ്ങനെ മടക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ താഴെ ഇരിക്കുന്ന ഷർട്ട് നമുക്ക് ഉയർത്തിയെടുക്കാൻ ഈസി ആയിരിക്കും. അത് താഴേക്ക് വീണത് ചുളിവ് പറ്റുമൊന്നും ചെയ്യില്ല. നമുക്ക് ഏത് ഷർട്ടാണ് എടുക്കേണ്ടത് അത് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് എടുത്തിടുകയും ചെയ്യാവുന്നതാണ്. അപ്പം നമുക്കൊരു 10 ഡ്രസ്സ് വെക്കുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്കൊരു ഇങ്ങനെ മടക്കി വെക്കുകയാണെങ്കിൽ ഒരു 10-15 ഡ്രസ്സൊക്കെ നമുക്കതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റും. അതേപോലെ നമുക്ക് ജീൻസോ പാൻറ്റോ ഒക്കെ ഒന്ന് മടക്കുന്നത് നോക്കാം. ഇങ്ങനെ ജീൻസും പാൻറ്റൊക്കെ മടക്കാൻ നേരത്ത് അതിൻ്റെ ബട്ടൺസും സിബും എല്ലാം ഒന്ന് നമ്മൾ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം അതൊന്ന് 2 കാലുകളും അത് ഒരേപോലെ മടക്കി വെക്കുക. അതിന് ശേഷം വീഡിയോ കാണിക്കുന്നത് പോലെ ഒരു കാല് ഒരു സൈഡിലേക്ക് ക്രോസ് ചെയ്ത് ഒരു സൈഡിലേക്ക് ഇങ്ങനെ മടക്കി കൊടുക്കുക. അതിനുശേഷം താഴെ നമുക്ക് മുകളിലേക്ക് അത് പാൻറ്റിൻ്റെ ലെങ്ത് അനുസരിച്ച് എത്ര മടക്കാണ് വരുന്നത് അതുപോലെ മടക്കി കൊടുക്കുക. എന്നിട്ട് മുകളിൽ നിന്നുള്ളത് താഴേക്ക് മടക്കുക. അതിനുശേഷം താഴെ നിന്നുള്ളത് മുകളിലേക്ക് മടക്കി കൊടുത്തിട്ട് നമ്മൾ ബാലൻസ് വെച്ചിരുന്ന ആ ഒരു ഭാഗം ഉള്ളിലേക്ക് മടക്കി അപ്പുറത്തെ സൈഡിൽ നമുക്ക് ചെറിയൊരു ഗ്യാപ്പ് കാണും, അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെക്കാവുന്നതാണ്. അത് നിങ്ങളുടെ ഒരു പാൻറ്റിൻ്റെ ജീൻസിൻ്റെ ആ ഒരു സൈസ് അനുസരിച്ചിരിക്കും നമ്മൾ ഉള്ളിലേക്ക് കയറ്റി വെക്കുന്നതും അതിൻ്റെ ഒരു തിക്നെസ് കുറവും. അപ്പോൾ ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ, പെർഫെക്റ്റ് ആയിട്ട് പാൻറ്റും ഷർട്ടും മടങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഇറ്റ്സ് മീ യുവർ ശ്രീ ആദീസ് മം. ബൈ ബൈ.